അർദ്ധരാത്രിയിൽ ഉറക്കപ്പായയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചാൽ തകർന്നു പോകുന്നതാണ് രാഹുലിന്റെ വീര്യമെന്ന് കരുതിയവർക്ക് തെറ്റി. പാലക്കാടിന്റെ മണ്ണിലേക്ക് ആ യുവ പോരാളി ഇറങ്ങുന്നത് വെറും ഒരു തെരഞ്ഞെടുപ്പിനല്ല, മറിച്ച് തന്നെയും തന്റെ പ്രസ്ഥാനത്തെയും ഇല്ലാതാക്കാൻ നോക്കിയ പിണറായി സർക്കാരിനുള്ള ജനകീയമായ മറുപടിക്കാണ്. ഷാഫി പറമ്പിൽ നയിച്ച പാലക്കാടൻ വിപ്ലവത്തിന് തുടർച്ചയേകാൻ മാങ്കൂട്ടം വരികയാണ്. രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാത്തപ്പോൾ പോലീസിനെ കയറൂരി വിടുന്നതാണ് ഇടതുപക്ഷത്തിന്റെ പതിവ് ശൈലി. രാഹുലിനെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്ത നാടകം കേരളം മറന്നിട്ടില്ല. എന്നാൽ ഓരോ തവണ ജയിലിന്റെ പടിയിറങ്ങുമ്പോഴും ആവേശം ഇരട്ടിക്കുകയായിരുന്നു എന്നതാണ് സത്യം. സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കാൻ നെട്ടോട്ടമോടുന്ന ഭരണകൂടം ജനകീയ പോരാട്ടങ്ങൾ നയിക്കുന്ന രാഹുലിനെ കുടുക്കാൻ കള്ളക്കഥകൾ മെനയുന്നുണ്ട്. പക്ഷേ സത്യത്തിന്റെ കരുത്തുള്ള പോരാളിയെ പൂട്ടാൻ നിങ്ങളുടെ തടവറകൾക്ക് കഴിയില്ല എന്ന് ഓരോ ജാമ്യ ഉത്തരവും തെളിയിച്ചു. രാഹുലിനെ തളർത്താൻ കള്ളക്കേസുകൾ മതിയാകാതെ വന്നപ്പോൾ ചില ഗൂഢ സംഘങ്ങളെ മുൻനിർത്തി സ്ക്രീൻഷോട്ട് നാടകങ്ങളുമായി സൈബർ സഖാക്കൾ ഇറങ്ങി. ഒരു ജനനേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പെൺപടയെ ഇറക്കി സ്ക്രീൻഷോട്ടുകൾ വാരി വിതറിയത് രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ നീചമായ പ്രവൃത്തിയായിരുന്നു. പക്ഷേ തന്നെ കോഴിയാക്കാൻ നോക്കിയവരോട് രാഹുലിന് പറയാനുള്ളത് ഒന്നേയുള്ളൂ: എന്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തുവിട്ടാൽ നിങ്ങളുടെ അധികാര കസേരകൾ കത്തിയെരിയും. ഷഹനാസിനെതിരെയുള്ള DGPക്ക് പരാതി നൽകിക്കൊണ്ട് കപട രാഷ്ട്രീയക്കാരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ രാഹുൽ വെല്ലുവിളിക്കുകയാണ്. ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ പാലക്കാട് പടുത്തുയർത്തിയ ആത്മവിശ്വാസം രാഹുലിലൂടെ തുടരുകയാണ്. ഷാഫിയുടെ ആ തന്ത്രപരമായ മൗനം പോലും രാഹുലിന്റെ വിജയത്തിനായുള്ള കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ്. KSU കാലം മുതൽ തെരുവിൽ തല്ലുകൊണ്ടും മുദ്രാവാക്യം വിളിച്ചും വളർന്ന ഈ മാങ്കൂട്ടത്തിന് AC മുറിയിലിരുന്ന് തിരക്കഥ എഴുതുന്നവരെയല്ല ഭയം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന നട്ടലുള്ള നേതാവിനെയാണ് പാലക്കാട് കാത്തിരിക്കുന്നത്. സൂര്യനെ പാഴ്മുറം കൊണ്ട് മറയ്ക്കാൻ കഴിയില്ല. ഷാഫി മാജിക് മാങ്കൂട്ടത്തിലൂടെ ആവർത്തിക്കാൻ പോവുകയാണ്. ഇത് വെറും ഒരു വോട്ട് ചോദിക്കലല്ല, ഇത് നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമാണ്. പെയ്ഡ് പ്രൊഫൈലുകൾ വെച്ച് പുകമറ സൃഷ്ടിക്കുന്നവർക്ക് പാലക്കാടെ വോട്ടർമാർ കനത്ത മറുപടി നൽകും. രാഹുൽ വരുന്നു, ആവേശം വിതറാൻ, മാറ്റം കുറിക്കാൻ. തലമുറകൾ കാത്തിരുന്ന ആ പോരാട്ടം ഇവിടെ തുടങ്ങുകയാണ്.